ഓം അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആത്മഭാവങ്ങളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം സാഹിത്യ സംഘങ്ങളും വായനശാലകളും. സാഹിത്യ സംഘങ്ങളും വായനശാലകളും പ്രബലപ്പെടുത്തുന്നതിന് സമുദായാംഗങ്ങൾ ഓരോരുത്തരും യഥായോഗ്യം യത്നിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ധനവാന്മാർ മൗനാവലംബികളായിരിക്കുന്നത് തീരെ പോരാത്തതാണ്. പ്രിയരെ, 1912 ജനുവരി 22 ഗൗരീശ്വര ക്ഷേത്രാങ്കണത്തിൽ വെച്ചുകൂടിയ മഹായോഗത്തിൽ ഗുരുദേവൻ വെളിപ്പെടുത്തിയതാണിത്. പ്രബുദ്ധതയാണ് മനുഷ്യനെ മറ്റെല്ലാ ജീവികളിൽ നിന്നും ഉത്കൃഷ്ടനാക്കി തീർക്കുന്നത്. പ്രബുദ്ധതയുണ്ടാവുന്നത് അറിവിലൂടെയാണ്. അറിവിന്റെ സാംശീകരണം കൊണ്ടാണ് ജീവിതത്തിൽ വിജയങ്ങളുണ്ടാകുന്നത്. ഇരുളും വെളിച്ചവും മാറി മാറി വരുന്ന ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ മനുഷ്യൻ നിലവിളിക്കുകയും നേട്ടങ്ങളുണ്ടാകുമ്പോൾ അതിരട്ട് സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും അറിവുള്ളവന്റെ ലക്ഷണമല്ല. സുഖത്തെയും ദുഃഖത്തെയും സമനിലയോടെ അഭിമുഖീകരിക്കണം. ഇതാണ് വിവേകം. സദ്ഗ്രന്ഥങ്ങളുടെ വായന കൊണ്ട് വിവേകമതികളാവാം. ഉള്ളിലുള്ള അജ്ഞതയുടെ ഇരുട്ട് വായന കൊണ്ടുണ്ടാവുന്ന അറിവിന്റെ വെളിച്ചത്തിൽ അലിഞ്ഞില്ലാതാകും. അപ്പോൾ നന്മയുടെ മാർഗമല്ലാതെ മറ്റൊന്നും മുന്നിൽ തെളിയുകയില്ല. ഇതെല്ലാം വായന കൊണ്ടുള്ള ഗുണങ്ങളാണ്. അതുകൊണ്ട് വായനശാലകളും സാഹിത്യ സംഘങ്ങളും കൂടുതലായി ഉണ്ടാവണം. ധനവാന്മാർ മൗനം പാലിക്കാതെ നല്ല ഗ്രന്ഥങ്ങൾ സംഭരിക്കുവാൻ വായനശാലകളെ സഹായിക്കണം. നല്ല ഗ്രന്ഥങ്ങളെക്കുറിച്ച് സംഘം ചേർന്ന് ചർച്ചകൾ നടത്തണം. അതിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങളുണ്ടാവും. പുതിയ ആശയങ്ങൾ പരിവർത്തനങ്ങൾക്കുള്ള വഴിതെളിക്കും. അപ്പോൾ മനുഷ്യനും സമൂഹവും നന്നാകും. ആ നന്നാകലിൽ ഒരു ഭാഗമായി തീരുവാൻ കഴിയുക തന്നെ മഹാസുഹൃതമാണ്. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാടത്ത്.